കർണാടകയിൽ നടന്ന ബുൾഡോസർ രാജിനെക്കുറിച്ച്, ഇത്രയും വലിയ മനുഷ്യത്വ വിരുദ്ധമായ ഒരു സംഭവം നടന്നിട്ടും അതിനെക്കുറിച്ച് കോൺഗ്രസ് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാത്തത്? കേരളത്തിലായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും അവസ്ഥ? അന്തിച്ചർച്ചകൾ, പ്രൈം ടൈം ന്യൂസ്, നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹിക വിദഗ്ധരുമടക്കം ചാനൽ മുറികളിൽ അലറി വിളിക്കും, പിണറായിയെ തെറിവിളിക്കും, കമ്മ്യൂണിസത്തെ പ്രാകും. ഇതിപ്പോൾ കോൺഗ്രസ് ആയതുകൊണ്ട് ആർക്കും ഒരു പരാതിയുമില്ല. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ്സാണ്. ആർക്കും ഒരു പ്രശ്നവുമില്ല. 18 ഭാഷകൾ അറിയാമായിരുന്ന നരസിംഹറാവു അതിൽ ഒരു ഭാഷയിൽ പോലും അരുതേ എന്ന് പറഞ്ഞില്ല. അത് നരസിംഹറാവു കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്നു, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഗുജറാത്ത് കലാപം, അവിടെ 3000-ലധികം വരുന്ന നിരപരാധികളെ ചുട്ടരിച്ചപ്പോൾ അന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു. സ്വന്തം MP പോലും രക്ഷിക്കാൻ നരദ പാട്ടിയയിലും ഗോദ്രയിലുമൊക്കെ കലാപം മാളിപ്പടരുമ്പോൾ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് ഹിസാൻ ജഫ്രി എന്ന MP രക്ഷിക്കാൻ പോലും കോൺഗ്രസ് ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അതിനെല്ലാം അപ്പുറം അവരുടെ വിധവയായ സാക്കിയ ജഫ്രി ദിവസങ്ങളോളം ഡൽഹിയിൽ ചെന്ന് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ശ്രമിച്ചു. അവർ അനുമതി കൊടുത്തില്ല എന്നുള്ളതാണ്. ശബരിമലയിൽ സ്വർണം കടത്തിയ പോറ്റി അയാൾ 1-2 തവണ ഈ പറയുന്ന സോണിയാഗാന്ധിയെ സന്ദർശിച്ചു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കലാപകാരികൾക്കും ഒപ്പം എന്നും നിലനിന്നിട്ടുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഈ യാഥാർത്ഥ്യം ആളുകൾക്ക് സമ്മതിക്കാൻ പ്രയാസമാണെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ അസമിൽ മറ്റു മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പകൽ സമയത്താണ് വീടുകൾ പൊളിക്കുന്നത്. അനധികൃതമെന്നും കയ്യേറിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ സർക്കാർ മിഷനറി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ആക്രമിക്കുന്നത് പകൽ സമയത്താണ്. ഇത് രാത്രിയിലാണ് ഈ സംഭവം. ഇവിടെ കർണാടകയിൽ സിദ്ധരാമയ്യ എന്ന് പറയുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പിഞ്ചു കുട്ടികൾ, വൃദ്ധരടക്കമുള്ള ആളുകളെ, പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള വളരെ പ്രയാസകരമായ ഒരു കാലാവസ്ഥയിൽ മനുഷ്യർ അതിനോട് മല്ലടിച്ച് ജീവിക്കുകയാണ്. ആ സമയത്താണ് ഈ തെരുവിലേക്ക് തള്ളുന്നത്, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ. കോൺഗ്രസ് ഉറക്കം നടിക്കുകയാണ്. ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത് തിരിച്ചറിയാത്തത് എന്നൊരു വേദന മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് മലമറിക്കും എന്ന് വിചാരിക്കുന്ന പാവം നിഷ്കളങ്കരോട് സഹതപിക്കുക മാത്രമേ മാർഗമുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.